പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. വിശുദ്ധ ജോൺ വിയാനി ഇപ്രകാരം പറഞ്ഞു വച്ചു: നാം കാണുന്ന എല്ലാ കാര്യങ്ങളും കുരിശിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മളും രൂപപ്പെട്ടിരിക്കുന്നത് കുരിശിൻ്റെ ആകൃതിയിൽ തന്നെയാണ്. ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം തന്നെ ഈശോ വഹിച്ച ആ കുരിശ് എടുക്കുക എന്നത് തന്നെയാണ്. കർത്താവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദുരിതങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കാരണം ഈ കുരിശിലൂടെയാണ് കർത്താവ് നമുക്ക് രക്ഷ നേടിത്തന്നത്. നമ്മളും കുരിശ് വഹിക്കുമ്പോൾ ഓർക്കുക, കർത്താവ് തരുന്ന രക്ഷയിലേക്ക് നമ്മൾ ഓരോ ദിവസവും നടന്നെടുക്കുകയാണെന്ന്. വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളിൽ ഉളവാകുവാനായി ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് താതാമ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കുരിശുകളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം നമ്മളിലും രൂപപ്പെടട്ടെ. ഈ തിരുവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കുരിശ് വഹിക്കാനായിട്ടുള്ള ശക്തിയും കരുത്തും പരിശുദ്ധാത്മാവ് വഴി നൽകപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.